ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ നീക്കം. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇനി 100-ൽ താഴെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാനിരിക്കുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ? റായ്ബറേലിയിൽ ആര് മത്സരിക്കും? പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ട സമയമായിരിക്കുന്നു. മറ്റന്നാൾ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണോ? ഒപ്പം ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ ഇനിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുകയും പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുമുണ്ടല്ലോ. അനുജ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ കോൺഗ്രസ് നടത്തിയിട്ടില്ല. 2 ഘട്ടങ്ങളിലെ ഏതാണ്ട് 83 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ഏറ്റവും പ്രധാനമായും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ അമേഠിയിൽ ആര് മത്സരിക്കും, അതോടൊപ്പം തന്നെ റായ്ബറേലിയിൽ ആര് മത്സരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നൊരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മാത്രമല്ല, അത്തരമൊരു വിവരങ്ങൾ തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ പല പേരുകൾ ചർച്ചയിൽ ഉയരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിപ്പിക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശ് പല നേതാക്കളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അമേഠി മത്സരിക്കാതെ തെക്കേന്ത്യ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയമായി തന്നെ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്മൃതി ഇറാനി വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഒളിച്ചോടി എന്നുള്ളൊരു വികാരം പൊതുവെ ഉയരും, അത്തരമൊരു ആരോപണം ഉയരും. അതുകൊണ്ട് തന്നെ വീണ്ടും അമേഠിയിൽ മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് പൊതുവെ നേതാക്കൾ ഉയർത്തുന്നത്. ഇതെല്ലാം മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. തെലങ്കാന, ഉത്തർപ്രദേശ്, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥി ചർച്ചകളാകും മറ്റന്നാൾ നടക്കുക. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് റായ്ബറേലിയിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യവും മറ്റന്നാളത്തെ CEC-യിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത്തരം ചർച്ചകൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് തീരുമാനം. RJD-യുമായിട്ടുള്ള ചർച്ചകൾ ഏതാണ്ട് പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിന് 10 മുതൽ 15 വരെ സീറ്റുകൾ നൽകാം എന്നുള്ളൊരു ധാരണയാണ്. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലടക്കമുള്ള ചർച്ചകൾ തുടരുകയാണ്. ബംഗാളിലാണെങ്കിൽ ഇടത് മുന്നണിയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. രാജസ്ഥാനിലും സമാനമായ തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ചർച്ചകളെല്ലാം തന്നെ വേഗത്തിലാക്കി ഏതാണ്ട് ഒരു 4 ദിവസത്തിനകം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനുള്ളൊരു നീക്കത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നമുക്കറിയാം, മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയാണ് കോൺഗ്രസിന്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം.